ഇന്നർ യൂണിയന് ശേഷം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഡിവൈൻ മാസ്കുലിൻ എനർജിയും ഡിവൈൻ ഫെമിനിൻ എനർജിയും ഉണ്ട്. നമ്മളത് പുറത്ത് കൊണ്ട് കളയാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ തേടിപ്പോവല്ല ചെയ്യുന്നത്. നമ്മൾ ഹീലിംഗ് തേടിപ്പോവല്ല ചെയ്യുന്നത്. നമ്മൾ ഡിവൈൻ മാസ്കുലിന് ഹീലിംഗ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തോ വലിയൊരു കാര്യം നേടാനുണ്ട്, എന്തോ വലിയൊരു കാര്യം ചേസ് ചെയ്ത് കിട്ടാനുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല ശരിക്കും സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എനർജീനെ നമ്മൾ കൊണ്ട് കളയാതിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, കൊണ്ട് കളയാതിരിക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നർ യൂണിയന് മുന്നേ ഡിവൈൻ ഫെമിനിൻസ് മാസ്കുലിനെ ചേസ് ചെയ്യുന്നത് കാണാൻ പറ്റില്ലേ. പക്ഷേ ഇങ്ങനെ ഓരോ തവണ ചേസ് ചെയ്യുമ്പോഴും അത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരും. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. അതിനർത്ഥം അവർ ഓൾറെഡി അവരുടെ ഉള്ളിലുള്ള ആ ഒരു മാസ്കുലിൻ എനർജിയെ, തൻ്റെ പ്രൊട്ടക്ഷനെ ആക്ടിവേറ്റ് ആക്കുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിവൈൻ മാസ്കുലിൻ അവർ പുറത്ത് ഒരു ഇമോഷണൽ ഇംബാലൻസ് വരുമ്പോൾ എന്ത് ചെയ്യും, അവരവരുടെ ഉള്ളിലുള്ള പീസ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഉള്ളിലുള്ളത് കൊണ്ട് കളയാതിരിക്കാൻ നോക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ എനർജി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്നും തേടിപ്പോവല്ല, ഒന്നും കരസ്ഥമാക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് ഡിവൈൻ എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ ആ രണ്ട് എനർജിയും ബാലൻസിൽ തന്നെ തന്നിട്ടുണ്ട്. അത് എന്തിലൊക്കെ കൊണ്ട് ചെന്ന് ചാടുമ്പോഴാണ് ആ ബാലൻസ് പോകുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് പെടാൻ സാധ്യതയുണ്ട്, അതൊക്കെ കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്ത് ആയാലും അബണ്ടൻസ് ആയാലും നമുക്ക് നമ്മുടെ വാല്യൂ ആയാലും ഇതൊക്കെ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് കേടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഓൾറെഡി ആ ഒരു ബോധം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, നമുക്ക് ഹെൽത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോധം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയ കാര്യം എടുക്കുക എന്നുള്ളതാണ്. ആ എനർജിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ചെയ്യുക. അബണ്ടൻസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ, നമ്മൾ ഓൾറെഡി അബണ്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. അത് തേടി പോവുകയല്ല ചെയ്യുന്നത്. ആ ഉള്ള അബണ്ടൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിങ് അനുസരിച്ചിട്ട് നമുക്ക് തോന്നാം അത് വേറെ എവിടെയോ ആണ് ഇരിക്കുന്നത്, അതിനെ ചേസ് ചെയ്ത് കിട്ടേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത്. അങ്ങനെയല്ല, ഉള്ളതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് പോവുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു പീസ്, ആ അബണ്ടൻസ് എന്ന് പറയാൻ നമുക്ക് വരുന്ന ആ ഒരു സന്തോഷമല്ലേ, ആ ഒരു ഫീലിംഗ് ആണ്, ആ ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. അത് തരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ബാക്കി അത് തരാത്ത കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുക. നമുക്ക് ഓൾറെഡി അലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അബണ്ടൻസിലെത്തി ഉള്ളതാണ്. ആ ഒരു അതിനോട് അലൈൻഡ് ആയി എന്നുള്ളതാണ്. അത് ഓൾറെഡി ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കളയാതിരുന്നാൽ മാത്രം മതി.